ചുരിദാർ ഇട്ടൂടെ? ചുരിദാറല്ലേ ഐശ്വര്യ. ഇങ്ങനെ സാരി ഉടുക്കുമ്പോ ഇവിടെയൊക്കെ കാണാന്നുള്ള കുശുമ്പ് കാരണമാണ് അത്. ഞാൻ കൊറേ കുട്ടികളെ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ട്. ജയറാമേട്ടൻ സംസാരിച്ച് ഞാനാണ് ജയറാമേട്ടൻ വീട് ഡാർക്ക് കളേഴ്സ് എടുക്കേണ്ടത്, അട്രാക്ഷൻ അതൊക്കെ എനിക്ക് ഇഷ്ടം. ഞാൻ പ്രേതായിട്ട് വരുമ്പോ കൊച്ചു കുട്ടി ഏതാ? ഞാൻ പ്രേതാണോ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഓടിപ്പോയിട്ട് എന്നിട്ട് ഈശ്വരാ രക്ഷിക്കണേ. ഞാൻ ഓടി വരുന്നുണ്ട്. രാത്രി ഞാൻ ശരിക്കും എഴുതി പിടിച്ചു കറക്റ്റ് തന്നെ. മറ്റേ ഹനീഫ് കൗർ കുന്തം പിടിച്ചു. ലാലേട്ടന്റെ കയ്യിലൊരു തലയുണ്ടാവും. ഈ വയറ് പറഞ്ഞാൽ എനിക്ക് അനങ്ങാൻ വയ്യ, പക്ഷെ ഒന്നും ഇതാ നോക്കട്ടെ. അങ്ങനെ ഒരു മാസത്തേക്കായിരുന്നു എനിക്ക് കുഴപ്പമില്ല. ഇന്ത്യക്ക് അഭിമാനമാകേണ്ട ഒരു കേസായിരുന്നു. മൗഗ്ലി കാണാറുണ്ട് ഞാൻ ഭയങ്കര. വീട്ടിന്റെ മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് മറ്റേ മരത്തിന്റെ വള്ളിയിൽ പിടിച്ച് തൂങ്ങിയാണ് ഇറങ്ങുന്നത്. ഇച്ചിരി എങ്ങനെയുണ്ടെന്നൊന്നും പോലും ചോദിക്കില്ല. അവന്റെ നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യമൊന്നും നമ്മൾ പ്ലാൻ ചെയ്തപോലെ നടക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് കാരണം പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ ലേഡീസിന്റെ എക്സ്പ്രഷൻ റഹ്മാനാണെന്ന് പറഞ്ഞപ്പോ അമ്മയുടെ അമ്മ പ്രത്യേകിച്ച് അമ്മ എന്നുള്ള ഒരു സാധനത്തിന് എനിക്ക് മനസ്സിലാക്കി. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു ആർ വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. അനോമി വരികയാണ്, എന്റെ ക്യൂട്ടി പൈസ് എന്റെ കൂടെ ഉണ്ട്. വെൽക്കം ഗൈസ്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, അനോമി എന്നുള്ള പേരിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിന്റെ മീനിങ് നോക്കാൻ. ഓഫ് കോഴ്സ് നിങ്ങൾ ഒരുപാട് ഇന്റർവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. ഒരു റൂൾസ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നോർമൽ അല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് അല്ലേ? അപ്പോൾ ആ സിനിമ എത്രത്തോളം ഹാർഡാണ്? ശരി, അനോമിയുടെ പേര് നോംലെസ്നെസ് എന്നാണ് അതിന്റെ അർത്ഥം ശരിക്കും, അനോമി. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട്. അത് പറയാൻ ഓഫ് കോഴ്സ് പറ്റില്ല, നമ്മൾ മൂവി കാണുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, ഒരു ത്രില്ലർ സിനിമയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭാവനേശി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടറാണല്ലേ ത്രില്ലർ സിനിമകൾ. എനിക്കും ഓഫ് കോഴ്സ് ഒരുപാട്. ഇതെന്താണെന്നറിയോ, ഈ അറ്റൻഷൻ സ്പാൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. നമ്മൾ റീൽസ് തോണ്ടി നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ ഫീൽ ഗുഡ് സാധനം കണ്ടുകൊടുക്കാൻ. അവിടെയാണ് ഈ ത്രില്ലേഴ്സിന്റെ ഒരു പരിപാടി വരുന്നത്. സോ അതുകൊണ്ടാണോ ത്രില്ലർ സിനിമ കൂടുതൽ ഇഷ്ടം? അല്ല, എനിക്ക് റീൽസ് ഒക്കെ വരുന്നതിനേക്കാൾ മുമ്പേ എനിക്ക് ത്രില്ലർ സിനിമ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഫീൽ ഗുഡും റോംകോം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രഡിക്റ്റബിൾ ആണ് സ്റ്റോറി ലൈൻ. നമുക്ക് കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ത്രില്ലർ അങ്ങനെയല്ല, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. എനിക്ക് തോന്നുന്നു ഹിന്ദിയിലൊക്കെ മുൻപോട്ടെ ഒരു അബ്ബാസ് മുസ്താൻ മൂവീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര അജ്നബിയിലൊക്കെ പോലത്തുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഒരു മൈൻഡ് ബോഗ്ലിംഗ് എക്സ്പീരിയൻസ് മൂവി കാണുമ്പോൾ അതുകൊണ്ട് എനിക്ക് ത്രില്ലർ ഇഷ്ടമാണ്. നമ്മൾ എന്താ നെക്സ്റ്റ് ഉണ്ടാവണേന്ന് അറിയാതെ സിനിമ കാണുമ്പോൾ ഒരു ത്രില്ലർ ഉണ്ടല്ലോ, അത്. ഷെബിൻ ബ്രോ ഒരുപാട് ലക്കി ഫാക്ടർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. കുറേ അധികം സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന സിനിമകളൊക്കെ അടിച്ചടിച്ച് കയറുന്നുണ്ട് അല്ലേ? ഉറക്കമൊക്കെ മാറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയ സത്യമല്ലേ? അങ്ങനെ ലക്കിയും എനിക്ക് ഭാഗ്യമുണ്ടായി അങ്ങനത്തെ ഹിറ്റായിട്ടുള്ള സിനിമകളുടെ ഭാഗമാവാൻ അല്ലേ? ശരിക്കും എന്താണ് അനോമിലെ പരിപാടി? അനിയനാണ്, ചേച്ചിയാണ് എന്ന് മനസ്സിലാവുന്നു ട്രെയിലറിൽ നിന്ന്. മോർ ദാൻ ദാറ്റ്, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സിയാൻ ഫിലിപ്പ് എന്നാണ്. കുറച്ചുകൂടി ഇമോഷണൽ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. സിസ്റ്റർ ബ്രദർ ബോണ്ട് ഭയങ്കരമായിട്ടും കാണിക്കുന്ന, സിസ്റ്ററിൻ്റെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള സ്നേഹമൊക്കെ കിട്ടുന്ന ഒരു ബ്രദറിൻ്റെ ക്യാരക്ടറാണ്. എനിക്ക് അധികം റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ചേട്ടനല്ലേ? എനിക്ക് ചേട്ടനാ, ജയദേവ്. അപ്പൊ പിന്നെ അത് ഒരു സിസ്റ്റർ ചേച്ചി എങ്ങനെയായിരുന്നു ചോദിക്കാൻ പറ്റില്ലല്ലേ? എനിക്കൊരു അനിയൻ ഇല്ലാത്ത എന്റെ ക്ഷീണം മുഴുവൻ അങ്ങോട്ട് മാറിക്കട. അങ്ങനെ കൂടുതൽ ഭരിക്കാൻ വരുമ്പോ കാണാതാവും. ചേച്ചി തപ്പി ഇറങ്ങിട്ട് അവസാനം വിജയിക്കുന്നതാണ് കഥ. അതിനപ്പുറത്തേക്ക് നമ്മളെ അങ്ങനെ പറയാൻ പറ്റില്ല. തോന്നിയോ? അങ്ങനെ തോന്നി എന്നാ അങ്ങനെയല്ല, അതാണ് നമുക്ക് വേണ്ടത്. ഇത് സാറായുടെ സെർച്ച് ഓഫ് കോഴ്സ് ഒരു ട്രാക്കാണ് കേട്ടോ, അത് ഞങ്ങൾ പറയാം. പക്ഷെ അത് എങ്ങനെ എങ്ങനെ എത്തിപ്പെടുന്നു അതൊന്നും പറയുന്നില്ല. 18s റൊമാൻറ്റിക് നായകനാണ് റഹ്മാൻ സാർ. അപ്പൊ റഹ്മാൻ സാർ പറയാണ് ഞാൻ ഭാവനയായിട്ട് അല്ലെങ്കിൽ മിസ് ഭാവനയായിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കൊതിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടപ്പോൾ ഒരു മൂമെന്റ് എന്താ? ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ക്രഷായിരുന്നു റഹ്മാൻ എന്ന് പറയുന്ന ഒരു
ഐക്കോൺ. ഒന്ന് ഇന്റർഫിയർ ചെയ്തിട്ടെ, ഈ അമ്മ എന്താ റഹ്മാൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ആ കാര്യം? ഞാൻ ഈ മൂവി ഇത് കമ്മിറ്റ് ചെയ്തിട്ട് റഹ്മാനാണെന്ന് പറഞ്ഞപ്പോ അമ്മയുടെ അമ്മ പ്രത്യേകിച്ച് അമ്മ എന്നുള്ള ഒരു സാധനത്തിൽ എനിക്ക് മനസ്സിലായി എന്നുള്ളൊരു സാധനം. പക്ഷെ അവർക്കൊക്കെ അത് ഇഷ്ടമാണ്, മറ്റേ കൂടെ ഇവിടെ അങ്ങനെ അങ്ങനെ കണ്ടിട്ടുള്ളൊരു. അതെ അതെ. അപ്പൊ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ 9th പഠിക്കുമ്പോൾ എന്റെ ക്രഷായിരുന്നു മാഡി, അലൈപ്പായതേ കാണുമ്പോൾ. അപ്പൊ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എന്നുള്ള. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അത് മാത്രല്ല, അമ്മ മാത്രല്ല, ഞാൻ പറയുന്ന എല്ലാ ആ ഒരു ഏജ് ഗ്രൂപ്പുള്ള എല്ലാ ലേഡീസിന്റെ എക്സ്പ്രഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സംഭവത്തിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഒരു ക്രഷ് ഫാക്ടർ ഉണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. വെരി ഗുഡ് ലുക്കിംഗ്. അതെ, ഭയങ്കര ഹാൻസം, അടിപൊളി. അപ്പൊ നമ്മുടെ ഈ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ എന്ന് പറയുന്ന 2 ഷെയ്ഡ് ഉണ്ട് റഹ്മാൻ സാറിന്റെ ക്യാരക്ടറിന്. ഫസ്റ്റ് ഹാഫിൽ കാണുന്ന ജിബ്രാൻ അല്ല, സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവുക. അതൊക്കെ അദ്ദേഹം വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എന്താ പറയാ, നമ്മൾ ഇതുവരെ കണ്ട പോലെ ആയിരിക്കില്ല ഇതിലുള്ള ഒരു ക്യാരക്ടേഴ്സും. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല കേട്ടോ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്യും നമ്മുടെ ഒരു ആളെ സംസാരിക്കുമ്പോൾ. അത് കണക്ട് ചെയ്തോണ്ടാണ്. ദൃശ്യം എന്താണ് ശരിക്കും അനോമി? അനോമിയിൽ എന്റെ ക്യാരക്ടറുടെ പേര് ജെസ്സി പൗലോസ് എന്നാണ്. ദൃശ്യ എന്റെ ക്യാരക്ടറായിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പോരാ തന്നെ ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരിയുടേതായ ഒരു ലോകം ഉണ്ട്, അതിലൊക്കെ ലോസ്റ്റായി അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രത്യേക ക്യാരക്ടർ. ചിന്താലോകത്ത് ജീവിക്കുന്ന ആളാണ്. യെസ്, ഒരു കുറച്ച് ഡയറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ദൃശ്യയുടെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഒന്നും ഇല്ല. ഞാൻ ഇപ്പോ ഈ റഹ്മാൻ സാറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. റഹ്മാൻ സാറായിട്ട് കോമ്പിനേഷൻ ആരായിട്ടുണ്ട്? പിന്നെ അത് പറയാൻ പറ്റില്ല, സീക്രട്ട്. ക്ലൈമാക്സിൽ വരുന്ന വില്ലനായിട്ടായിരിക്കും. അതും പറയാൻ പറ്റില്ല. അങ്ങനെ തോന്നുന്നുണ്ട്. പൊട്ടിച്ചാൽ ഉറപ്പായിട്ട് ഇല്ല. ഞാൻ എന്തായാലും നമുക്ക് കൊറോണ സമയമുള്ളതുകൊണ്ട് തന്നെ പടത്തെ പറ്റി നമ്മൾ സംസാരിച്ചു. നമുക്ക് കുറച്ചൊരു ചെറിയ പരിപാടീസ് ഉണ്ട്. ഇതൊരു ഭാവന റൗണ്ടാണ് ആക്ച്വലി. അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്താലില്ലെങ്കിലും നമുക്ക് ചെയ്യാം. എന്റെ വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ ഗായ്സ്, ഇതെന്താന്ന് വെച്ചാല് എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ചധികം ഭാവന ചിത്രങ്ങളാണ് ഞാൻ പറയും. അപ്പൊ ഓഫ് കോഴ്സ് ഫസ്റ്റ് ചെയ്യിച്ചത് സ്പോട്ട് ചെയ്യണം. അതായത് ആ സിനിമയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീൻ ഞങ്ങളോട് പറയണം. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീൻ. നിങ്ങൾക്കും ഉറപ്പായിട്ട് അതിൽ പങ്കെടുക്കാം. നിങ്ങൾക്കും എന്തായാലും ഉണ്ടാവില്ല ഒരു ഭാവന ചിത്രം. ഞാൻ ഈ പറയുന്ന ചിത്രങ്ങളിൽ ഒരു ഫേവറേറ്റ് സീൻ ഉണ്ടാവും, അത് കോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്രോണിക് ബാച്ചിലർ. സ്വയംവര ചന്ദ്രിക പാട്ട് ഷൂട്ടിങ് എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം ആ പാട്ട് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. അവിടെ പ്ലേ ചെയ്യുമല്ലോ, ആ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഭയങ്കര, പിന്നെ ഞാൻ എൻ്റെ ഒരു റൊമാൻറ്റിക് പാട്ടാണ് അത് ഫസ്റ്റ്. കാരണം നമ്മളിൽ എനിക്ക് അങ്ങനത്തെ ഒരു പാട്ടില്ല. അപ്പൊ എനിക്ക് അതൊരു കൊള്ളാലോ എന്നുള്ളൊരു സാധനമായിരുന്നു. നമ്മള് നായികയാകാൻ ആഗ്രഹിച്ച സമയത്ത് പാട്ട്. പക്ഷെ മുകേഷ് ഏട്ടപ്പോഴും പറയാം, മുകേഷ് ഏട്ടന്റെ മനസ്സ് ഭയങ്കര ചെറുപ്പമായതുകൊണ്ടാണ് എനിക്ക് ചെറുപ്പം പെൺകുട്ടികളെ എനിക്ക് നായികയായിട്ട് കിട്ടണം എന്നൊക്കെ പറയുമായിരുന്നു അന്ന് ആ സമയത്ത്. അതൊരു കോമഡി പോലെയാണ് എടുത്തിരിക്കുന്ന പാട്ട്, പക്ഷെ ഭയങ്കര നല്ല സോങ് മാത്രം കേട്ടാ അടിപൊളി. പിന്നെ എനിക്ക് അന്ന് അതാണ് അതിൽ ഭയങ്കര അടിപൊളി പാട്ടും മാത്രല്ല, അന്ന് ഞങ്ങൾ താമസിക്കുന്ന വീടും രംഭ താമസിക്കുന്ന വീടും മൂവിയിൽ അടുത്തടുത്താണ്. പക്ഷെ ആക്ച്വലി ഒരു വീട് ആലപ്പുഴയിൽ, ഒരു വീട് കൊച്ചിയിലുമാണ്. പിന്നെ അതാണ് സിനിമ മാജിക്. എനിക്കത് ഭയങ്കര അടിപൊളി അല്ലേ. അപ്പൊ ആ സീക്വൻസസ് മൊത്തം ഷൂട്ട് ചെയ്തിട്ട് വീട് കൊച്ചിയിലും ഒരു വീട് ആലപ്പുഴയിലും. അപ്പൊ അന്ന് എനിക്കത് ഭയങ്കര എന്നുള്ള. അപ്പൊ ഞങ്ങൾ അവിടെ നോക്കുന്നതും ലുക്കും ഒക്കെ, പക്ഷെ മറ്റിടത്ത് നിൽക്കുമ്പോ വേറെ വീടാണത്, വേറെ സ്ഥലത്താണ്. നിങ്ങൾ ഇവിടെ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ആലപ്പുഴയിലായിരുന്നു കുറെ നാള്, പിന്നെ കൊച്ചി, അങ്ങനെ. അപ്പൊ അത് ഭയങ്കര അതൊക്കെ എല്ലാം പക്ക. സിദ്ദിഖ് സാറല്ലേ ഡയറക്ടർ, എല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് സീൻ ഉണ്ടോ ഭാവന കോട്ട് ചെയ്യാൻ പറ്റുന്ന ക്രോണിക് ബാച്ചിലർ? ക്രോണിക് ബാച്ചിലർ എനിക്കിപ്പോ പാട്ടൊക്കെ പറഞ്ഞപ്പോ അതിനകത്തൊക്കെ ഓർമ്മ വരുന്നു. ഭയങ്കര മറ്റേ എല്ലാ പാട്ടും, മറ്റേ തുത്തുരു തുത്തുരു തുത്തുരു, എല്ലാ പാട്ടും അടിപൊളിയാ. ഭയങ്കര അടിപൊളി പാട്ടുകളെല്ലാം. ഒരു പാട്ട് രണ്ട് ഒരുപാട്. അയ്യോ തുത്തുരു തുത്തുരു പാടിയാ. കവിത പാടിക്കോ. ചുണ്ടത്ത് ചെത്തിപ്പൂ ചുണ്ടു വിരിഞ്ഞു, എന്താ പല്ലാക്ക് മുക്കുത്തി കല്ലിണങ്ങി,
ചേലുമിനുങ്ങി ഇനിയും വരാത്തതെന്തേ ഞാൻ അത്രയും ഒരു സ്കെയിലില് ഫുള്ള് മറ്റേ ഡാൻസേഴ്സും കൊറിയോഗ്രാഫേഴ്സും ഒക്കെ വെച്ച് അങ്ങനെ ഓഫ്കോഴ്സ് കാത്തൊരു മഴയത്തുണ്ടെങ്കിൽ പോലും ഇത് കുറെ കൂടി വലിയ സ്കെയിലാണ്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു സോങ് ഷൂട്ടൊക്കെ. സ്വപ്നക്കൂട് is one of my favorites. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്കത് ഇഷ്ടമുള്ളത് ഞങ്ങള് പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ട് കറുപ്പിനഴക് ഫസ്റ്റ് നമ്മള് ആദ്യമായിട്ട് ഞാൻ ഔട്ട്സൈഡ് ഇന്ത്യ ട്രാവൽ ചെയ്യാണ്. ആദ്യമായിട്ട് പോവാ ഫസ്റ്റ് ഫ്ലൈറ്റ്. അതായത് ഓഫ്കോഴ്സ് ഫ്ലൈറ്റ് ചെന്നൈ അവിടെ ഇവിടെയൊക്കെ അതൊക്കെ ഓക്കെ, പക്ഷെ ഔട്ട്സൈഡ് കൺട്രി പോവാണ്. വിയന്ന, ഓസ്ട്രിയ, അതുപോലെ സ്വിറ്റ്സർലാൻഡ് അവിടെയൊക്കെ പോയിട്ട് ഞങ്ങള് മറ്റേ കറുപ്പിനഴക് യൂറോപ്യൻ കൺട്രീസിൽ പോയിട്ട് അങ്ങനെ ഒരു പരാതി ഉണ്ടോ? എന്താ ഇവരിപ്പോ ഇങ്ങനെ ആലോചിക്കാത്ത? അങ്ങനത്തെ പാട്ടുകൾ. എത്ര രാജ്യം ഉണ്ടോ ആ സമയത്ത്? ആ സ്വപ്നക്കൂടിനോ? സ്വപ്നക്കൂടി ഞങ്ങൾ ഇതന്നെ യൂറോപ്യൻ കൺട്രീസ്, വിയന്ന, ഓസ്ട്രിയ, പിന്നെ സ്വിറ്റ്സർലാൻഡ്, പിന്നെ എവിടേക്കാ പോയി എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ. നല്ല കറക്കമായിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങക്ക് കൊറേ സോങ് ഇല്ലല്ലോ, ഇപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. സോങ് പുറത്തു പോയി എടുക്കുക. പണ്ടൊക്കെ ഇപ്പൊ ഈവൻ തമിഴ്, തെലുഗു ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, വെറുതെ ഇങ്ങനെ ഡ്രീം ഞങ്ങൾ കട്ട് ചെയ്ത് അപ്പൊ ഞങ്ങൾ മറ്റേ സീഷൽസിൽ, മൗറീഷ്യസിൽ അവിടെ ഇവിടെയൊക്കെ എഡിറ്റിംഗ് പിടിച്ചോളാം. നല്ല ഇഷ്ടമുള്ള സീൻ എനിക്കിപ്പോ ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറെ കണ്ടൊരു സീനാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഓടിപ്പോയിട്ട് നിന്നിട്ട് ഈശ്വര രക്ഷിക്കണേ. അതെനിക്ക് ഇഷ്ടം. അന്ന് ഞാനത് ആലോചിച്ചിട്ടില്ല. ഇപ്പൊ കാണുമ്പോൾ ഞാൻ ശരിയാണല്ലോ, ഇവിടെ ഈശ്വര എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ചാടാൻ പോകുമ്പോ പക്ഷെ അത് സംഭവിച്ച ഉണ്ടായിരുന്നു ഒരു സീന്. അത് നരനില് ഞാൻ ഓടി വന്നിട്ട് പിന്നെ അവിടെ അറ്റത്ത് വന്നിങ്ങനെ നിൽക്കണം പേടിച്ചിട്ട്. പക്ഷെ അപ്പൊ ലാലേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ഓടി വരുന്നുണ്ട്. ലാലേട്ടൻ ഞാൻ ശരിക്കും എഴുതി പിടിച്ചു കറക്റ്റ് തന്നെ. എന്റെ ഉള്ളിൽ ഞാൻ നിൽക്കും, ഞാൻ വീഴില്ല. പക്ഷെ എന്താണ് ഈ കുട്ടി ഇങ്ങനെ ഓടി വരുന്നത് എന്നിങ്ങനെ ഞാൻ അടുത്തത് എന്റെ ഉള്ളിലൊരു ഇതുണ്ട്. അവിടെ എത്തുമ്പോ ഞാൻ നിൽക്കുന്നു. ലാലേട്ടൻ വിചാരിച്ചു ദേ പോകുന്നു താഴേക്കുന്നുണ്ട്. ലാലേട്ടൻ വേഗം ഒരൊറ്റ കയറി പിടിച്ചു. ഇങ്ങനെ ഓടിയാലും എല്ലാം അത് ശരിയായിരിക്കാം. കാരണം എനിക്ക് ആ കാൽക്കുലേഷൻ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. എന്റെ ഉള്ളിൽ ഞാൻ നിൽക്കുന്നതാണ്. പക്ഷെ ലാലേട്ടൻ വെച്ച് കാരണം അവര് കുറെ കൂടെ എക്സ്പീരിയൻസ് ആണല്ലോ ആ ഓട്ടത്തില്. ഞാനങ്ങനെ സിനിമയിൽ അഭിനയിക്കുമ്പോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഓടാൻ പറഞ്ഞ ഓടുവാണ്. അതിനകത്ത് സീനുകളൊക്കെ കുറെ ഉണ്ട്. ഞാൻ ഓടി വരുന്നു, താഴെ വീഴണം, ഓടി വരുന്നു. അപ്പൊ ജോഷി സാർ ഒന്ന് പറയും, നീ ഓടി വന്നത് ഇവിടെ ഒന്ന് വീഴണം കേട്ടോ. ഇങ്ങനെ അല്ലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ വീഴും ഇടയ്ക്കിടയ്ക്ക്. അത് ചാടി കടക്കാൻ നോക്കുന്നൊരു പോയി വീഴും. ഇതന്നെ അപ്പൊ അവിടെ ഇവിടെയൊക്കെ പൊട്ടി അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ. ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കും. അല്ല നന്നായിട്ട് ശ്രദ്ധിക്കും. ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാലോ. അതെ ചിലപ്പോ ലാലേട്ടനൊക്കെ തോന്നുമ്പോ ചിലപ്പോ തോന്നിക്കാണും ഇത് നിക്കൂല. ശരിക്കും വലിയ ക്ലിപ്പാണത്. എന്റെ ഉള്ളിൽ ഞാൻ നിക്കുന്നിട്ടാണ് ഈ ഓടുന്നത്. ഒറ്റ പിടിയോട് എന്താണ് ഈ കുട്ടിക്ക് ഓടി വരുന്നത്, മെല്ലെ ഓടി വന്നത് എന്തതൊക്കെ. ഹാപ്പി ഹസ്ബൻഡ്സ്. സുബി ചേച്ചിന്റെ ക്യാരക്ടറിന്റെ അടുത്ത് സംസാരിക്കുന്ന കുട്ടിക്ക് ഒരു കാര്യം അറിയോ, ഇങ്ങനെ വടക്കേ ഇന്ത്യയിലെ ഒരാളെ പാമ്പ് ഭയങ്കര പൊസസീവ് ആണല്ലോ. ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് ചുരിദാർ ഇട്ടൂടെ, ചുരിദാറല്ലേ ഐശ്വര്യ, അങ്ങനെ സാരി ഉടുക്കുമ്പോ ഇവിടെയൊക്കെ കാണാന്നുള്ള കുശുമ്പ് കാരണമാണ് അത്. അതിന്റെ എല്ലാം നല്ലത്. അതുപോലെ ജയറാമേട്ടന്റെ ക്യാരക്ടർ അടുത്ത് പറഞ്ഞു ഡാർക്ക് കളേഴ്സ് എടുക്കണ്ട, അതൊക്കെ അട്രാക്ഷൻ, അതൊക്കെ എനിക്ക് ഇഷ്ടം. അതുപോലെ പിന്നെ വേറെ ഒരു കിടലൻ ചെയ്ത് വെച്ചാൽ ജയറാമേട്ടൻ ഞാൻ വേറൊരാളാണെന്ന് പറഞ്ഞ് പിന്നിൽ വന്ന് സംസാരിച്ചിട്ട് ഞാൻ കുറെ കുട്ടികളെ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ജയറാമേട്ടൻ സംസാരിച്ച് ഞാനാണ് ജയറാമേട്ടൻ വീഴുന്നൊരു സീൻ. അത് അടിപൊളി സീൻ. ഞാനിപ്പോ നമ്മുടെ ലെജൻസ് ആയ ആളുകൾ ഇവർ ഈ എക്സ്പ്രഷൻസിന്റെ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും ആ സമയത്ത്? പറഞ്ഞിട്ടുണ്ടോ, പ്രാക്ടീസ് ഉണ്ടോ ആ സമയത്ത്? ഇല്ല, അത് ജയറാമേട്ടൻ ഇത് ഫസ്റ്റ് ടേക്കിൽ ചെയ്തതാണ്. ജയറാമേട്ടൻ പറയുകയും ചെയ്തു ബാക്കിലേക്ക് വീഴൊന്ന് പിടിച്ചോണെന്നുള്ളത്. നമ്മളെല്ലാവരും ചിരിച്ചു. എല്ലാരും ചിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജയറാമേട്ടന്റെ ഒരു സെപ്പറേറ്റ് ഷോട്ട് ആയതുകൊണ്ട് കാരണം ആ ഷോട്ട് നാശമായില്ല, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചിരിച്ചു. അതൊക്കെ സംഭവിച്ചു. അതങ്ങനെ താഴേക്ക് വരുന്നത്. അത് ജയറാമേട്ടന്റെ അപ്പ സ്പോട്ടിൽ ജയറാമേട്ടൻ ഇട്ടത്. ആ ഒരു പ്രേതം ബാധയുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളില്ലേ, അത് മൊത്തം ഭയങ്കര അടിപൊളിയാ. അതായത് ഒരാൾ ഇങ്ങോട്ട് തിരിയുമ്പോ ആ ക്ലൈമാക്സ് മൊത്തം ഒരാൾ മറ്റേ
സലീമേട്ടൻ വേറെ ഒരു പ്രേതമായിട്ട് ആ ഭാഗത്തൂടെ നടന്നു പോകും. മറ്റേ ഹനീഫ് ക ഒരു കുന്തം പിടിച്ചു ലാലേട്ടന്റെ കയ്യിൽ ഒരു തല ഉണ്ടാവും. അതുപോലെ വിനീതേട്ടൻ വേറൊരു ടൈപ്പ് ഓഫ് പ്രേതം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ പ്രേതമായിട്ട് വരുമ്പോ കൊച്ചു പ്രേമ കുട്ടി ഏതാ ഞാൻ പ്രേതാണോ പറയുന്നത്. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതൊന്നും ചെയ്യുമ്പോ നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ല. പിന്നീട് ഇവരായിട്ട് കാണുമ്പോഴാണ് നമ്മൾ അത് എൻജോയ് ചെയ്യുന്നത്. ശരിക്കും സിനിമ അഭിനയിക്കുമ്പോൾ കോൺഷ്യസ് ആവാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഞാനൊന്നും മോണിറ്റർ പോയി നോക്കുകയില്ല. ഒറ്റ ഷോട്ട് പോലും ഞാൻ പോയിട്ട് മോണിറ്റർ നോക്കില്ല. കാരണം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. കാരണം നമ്മുടെ കുറവുകൾ മാത്രമായിരിക്കും നമ്മൾ കാണുക. അപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ഷോട്ട് ചെയ്താലും ഞാൻ മോണിറ്റർ പോയി കാണുകയില്ല, ഞാൻ മാറി നിൽക്കുള്ളൂ. ചോട്ടാമ്പൽ ഇഷ്ടമുള്ള സീൻ എനിക്ക് സുരാജേട്ടൻ പറ്റിച്ചെന്ന് കണ്ടായിരുന്നു സീൻ. അത് നല്ലതാ. മറ്റേ ഞങ്ങൾ ഒളിച്ചോടാൻ പോവാന്നൊക്കെ പറയുന്നത്. അത് മറ്റേ രാജൻ പിദേവ് രാജനങ്ങളുടെ അവിടെ മറ്റേ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഇവര് പെണ്ണ് കാണാൻ വരുന്ന സീന്. പിന്നെ ഏതാണ് എല്ലാം മറ്റേ ഷക്കീല വരുന്ന സീൻ, അത് അടിപൊളിയാണ്. അതുപോലെ ഈ ഇൻട്രൊഡക്ഷൻ, ഇത്രയും നല്ലൊരു കുട്ടീനെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതെ അതെ അതൊക്കെ ഇഷ്ടം. അവന്റെ കുടിവെള്ളത്തിൽ തുപ്പരുത് എന്നൊക്കെ പറയണത് അതൊക്കെ എനിക്ക് ഇഷ്ടം. ഇനി ശരിക്കും ഇനിയും അങ്ങനത്തെ കഥാപാത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം. അങ്ങനെ എന്താ പറയാ ഭയങ്കര അഴിച്ചു വിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. തീർച്ചയായിട്ടും അങ്ങനത്തെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ചാലഞ്ചിങ് ആണ്, എക്സൈറ്റ് ചെയ്യാൻ തോന്നിയാൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. എന്തായാലും ചെയ്യണം നല്ലതാണ്. ഓക്കെ, ഞാൻ ഇനി എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ചധികം ചോദ്യങ്ങൾ, സിമ്പിൾ ചോദ്യങ്ങളാണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ മനസ്സിൽ വരുന്ന ആൻസർ പറയണം. ഒരുപാടൊന്നും ആലോചിച്ച് നിൽക്കരുത്. ഇത് ബുദ്ധിപരമായ എന്താ പറയാ പരീക്ഷ ഒന്നുമല്ല, PSC ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഓക്കെ, വിച്ച് ഡിഷ് ഡു യു കുക്ക് റിയലി വെൽ ഓർ അറ്റ്ലീസ്റ്റ് യു തിങ്ക് യു കുക്ക് വെൽ? മാഗി. മാഗിയോ? മാഗി ഒരു ഡിഷ് ആയിട്ട് പറയൂ. പിന്നെ ചീസ് മാഗി. എത്ര ടൈപ്പ് ഓഫ് മാഗീസ് ഉണ്ട്? കുറെ ടൈപ്പ് ഓഫ് മാഗീസ് ഉണ്ട്. ആണോ? യെസ് ചേച്ചി. ബോയിൽഡ് എഗ് ആണോ? അതന്നെ, മുട്ടയിലും കുറെ വെറൈറ്റീസ് ഉണ്ടല്ലോ. നിങ്ങൾ ശരിക്കും ഒന്നും ട്രൈ ചെയ്യില്ല? അല്ല ഉണ്ട്, പക്ഷെ പെട്ടെന്ന് നീ പറഞ്ഞു പെട്ടെന്ന് ഉത്തരം പറയണം. ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യോ? അങ്ങനല്ല, ഇത് മിക്കവാറും എന്റെ വൈഫ് കേൾക്കും, മിക്കവാറും കുക്ക് ചെയ്ത് തരാൻ പറയും. കാണാൻ സാധ്യതയില്ല മലയാളം. ഞാൻ കൊറിയൻ ഡിഷാണ് കൂടുതൽ ചെയ്യാറ്. ജാപ്പനീസ് നവീന കുക്ക് ചെയ്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് ഒരു ഭ്രാന്തുണ്ടായിരുന്നു, എല്ലാവരും കുക്ക് ചെയ്യണ പോലെ ഞാനും കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ കുക്കിംഗ് അതിന് മുമ്പത്തെ പരിപാടികളാണ് പ്രശ്നം. കട്ട് ചെയ്യാത് കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്യാറില്ല, പക്ഷെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അതെ. ഓക്കെ, വൺ തിങ് നിങ്ങളിൽ പ്രൗഡ് ആയിട്ട് തോന്നുന്ന ഒരു ക്വാളിറ്റി ആണ്? എന്തിനുള്ളി ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് പറയാം. അത്രേ ഉള്ളൂ. അല്ല അതാ പറഞ്ഞേ, അതൊക്കെ അല്ലേ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് പറയാം. അങ്ങനെ ഉണ്ടോ? എപ്പോ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റും. കഴിച്ച് ഫുള്ളായിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പിന്നെ ഇത്തിരിയെങ്കിലും ഞാൻ കഴിക്കും. അതൊരു ഭയങ്കര ക്വാളിറ്റി ഞാൻ കാണുന്നു. എത്ര വയറായിരുന്നാലും ഒരു പുതിയ ഡിഷ് കണ്ടാലും കഴിക്കും. ചെറുതായിട്ട് എനിക്ക് വയ്യ വയറ് നടന്നാൽ എനിക്ക് അനങ്ങാൻ വയ്യ, പക്ഷെ ഒന്ന് ഇതാ നോക്കട്ടെ. പ്രൗഡ് എന്ന് പറയുമ്പോ എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് എംപത്തി ഉണ്ട് എന്നുള്ളത്. വേറെ ആൾക്കാരുടെ അടുത്ത് ഐ ക്യാൻ റിലേറ്റ്. എന്റെ ഫിലോസഫിക്കൽ മൂഡാക്കി. Okay, what is something you have improved in yourself over the years? എനിക്ക് പേഷ്യൻസ് ഒട്ടും ഇല്ലായിരുന്നു, ഇങ്ങനെ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു. എനിക്കങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ക്വാളിറ്റീസ് ഞാൻ കുറെ കൂടി എന്താ പറയാ മീ ടൈം ആണ് എനിക്ക് കൂടുതൽ ഇപ്പം ഇഷ്ടം. ഇങ്ങനെ തിരക്കിനിടയിൽ എപ്പോഴും ഇഷ്ടം. ഇപ്പൊ ഞാൻ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു മാസം ഒറ്റയ്ക്കായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു സാധനം ഉണ്ട്. അത് എപ്പോഴും പണ്ട് അയ്യോ ഇത് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഒറ്റയ്ക്ക്. അതൊരു നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല. ഞാൻ ആ പ്രോസസ്സിലാണ് ഇംപ്രൂവ് അതെന്താണ് ഇംപ്രൂവ് ചെയ്യുന്നത്? എല്ലാതും ഫുൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദ മൂഡിൽ ഉയർന്നു. Okay, if you were not doing this job or this career, what job would shock people most? ഞാൻ ആസ്ട്രോണട്ട് ആവും. എനിക്ക് ചെറുപ്പത്തിലെ സ്പേസ് സംഭവം ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ വീട്ടുകാര് എന്റെ അമ്മ പറഞ്ഞു എനിക്ക് അതിനുള്ള ബുദ്ധിയില്ല. അന്ന് പോയിരുന്നെങ്കിൽ ഇപ്പൊ
ഒരു ആക്ടർ മാത്രമല്ല ഒരു അല്ലേ സ്പേസിൽ അല്ല പോകും. പക്ഷെ അമ്മ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരുന്നു, കുറെ പഠിക്കണല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ എത്ര എളുപ്പമല്ലല്ലോ. അതെ. പക്ഷെ ഇന്ത്യക്ക് അഭിമാനമാകേണ്ട ഒരു കേസായിരുന്നു. എന്തായിരിക്കും ചേച്ചി? എനിക്ക് അങ്ങനെ ഒരു സമയം കിട്ടിയിട്ടേ ഇല്ല. കാരണം ഞാനൊരു 15 വയസ്സാകുമ്പോൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഒരു പ്ലാൻ ബി അങ്ങനെ ഉണ്ടായിരുന്നില്ല. പ്ലാൻ ചെയ്ത് എനിക്ക് ആ സമയത്ത് എനിക്ക് ലോയർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ലോയർ കാരണം സിനിമയിലൊക്കെ വരുന്ന ലോയേഴ്സിനെ Shall I remind you something? ഭയങ്കര ഇത് കൊള്ളാം അടിപൊളി. പക്ഷെ അങ്ങനെ ഞാൻ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. സിനിമയിൽ തന്നെ ഇങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയൊക്കെയോ ആലോചിക്കട്ടോ, ആ ബിസിനസ് ഈ ബിസിനസ് ബിസിനസ്. ഞാൻ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ ആണ് അങ്ങനെ ഉറപ്പ്. ശരിക്കും ആക്ടിങ് ആയിരുന്നു ചെറുപ്പം തൊട്ടുള്ള പാഷൻ. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു, ബിഹൈൻഡ് ദി സീൻസ് ഭയങ്കരമായിട്ടും വാച്ച് ചെയ്യാൻ. എന്താ പറയാ സ്ക്രീനിൽ അല്ലാതെ അല്ലാണ്ട് നോക്കുമായിരുന്നു. അപ്പൊ ഒരു ഡയറക്ടറെ കാണുന്നു ഞാൻ. ഡയറക്ഷൻ ചെയ്യാൻ അറിയില്ല, സാധ്യത കുറവാണ്. സിനിമാറ്റോഗ്രാഫർക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അമലേട്ടൻ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ സത്യം എന്റെ മനസ്സിൽ വന്നൊരു കാര്യം. എനിക്ക് എഴുത്തിനോട് താല്പര്യമുണ്ട്, പക്ഷെ നല്ല ബുദ്ധി വേണം. അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. Okay, what is the one lie you told as a kid that still makes you laugh today? അമ്മയോട് പറഞ്ഞതാവാ, അച്ഛനോട് പറഞ്ഞതാവാ, എന്തിനാ അത് പറഞ്ഞതെന്നൊക്കെ പിന്നീട് ആലോചിക്കുന്നുണ്ടാവാ. ഞാൻ ഭയങ്കര ജംഗിൾ ബുക്ക് ഫാനായിരുന്നു, മൗഗ്ലി ഫാനായിരുന്നു ഞാൻ ഭയങ്കര. എനിക്ക് ഭയങ്കര മൗഗ്ലി അഡിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കൂളിൽ പോയിട്ട് ഞാൻ പറയായിരുന്നു എൻ്റെ വീട് കാട്ടിൻ്റെ ഉള്ളിലാണ്. ഞാൻ പിന്നെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് മറ്റേ മരത്തിൻ്റെ വള്ളിയിൽ പിടിച്ച് തൂങ്ങിയാണ് ഇറങ്ങുന്നത്. കുറേ മൃഗങ്ങളുണ്ട്, അവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കും. ബേസിക്കലി ഞാൻ മൗഗ്ലിയായിരുന്നു. അങ്ങനെ ആ ജംഗിൾ ബുക്ക് കണ്ട് കണ്ട് പ്രാന്ത് കയറിയിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് പറയുമായിരുന്നു. പിന്നെ കാട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് വരാൻ ഭയങ്കരമായിട്ട് ലേറ്റ്. What is the one compliment you secretly wait to hear again? ഏഞ്ചൽ പാസിംഗ്. ഏഞ്ചൽ പാസിംഗ്. അങ്ങനെയുണ്ടോ ഒരു ഒരു കോംപ്ലിമെന്റ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഓ നന്നായി മെലിഞ്ഞല്ലോ. ശരിയല്ലേ? അതെപ്പോ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടല്ലേ, അതൊരു മെലിഞ്ഞല്ലോ നന്നായിട്ട്. അങ്ങനെയുണ്ടോ? ഇവനെപ്പ ചോദിച്ചാലും എപ്പ കണ്ടാലും ഫസ്റ്റ് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും, അതിന്റെ കൂടെ തന്നെ വർക്കൗട്ടും. പക്ഷെ ഞാൻ ചിലപ്പോ മരിച്ചൊക്കെ പോയിട്ടുണ്ടാവും. ഇവൻ പോയിട്ട് മരിച്ചത് എങ്ങനെയുണ്ടെന്നൊന്നും പോലും ചോദിക്കില്ല. ഞാൻ മെലിഞ്ഞോ ചേച്ചി മരിച്ചെന്ന് കേട്ടല്ലോ, ഞാൻ മെലിഞ്ഞോ. What is something you learned the hard way but you are thankful for now? ഹൈയിലും ലോയിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആ ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊറേ ഉണ്ടാവും, പഠിച്ച് 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 വയ്യ ലൈഫ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആർക്കും കടം കൊടുക്കരുത്. കടം കൊടുത്തിട്ട് തിരിച്ചു വിട്ടായിരുന്നു അവനെ ഇഷ്ടം പോലെ. അതേ ഉള്ളു. അപ്പൊ ആർക്കും വെറുതെ അല്ലെ തിരിച്ചു തരുന്നവർക്ക് കൊടുക്കുക. കുറച്ച് കടം തരുമോ? വേറെ എന്തെങ്കിലും ലൈഫ് ലെസൺ എന്താ? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു സംഭവം. വരുന്ന പോലെ വരട്ടെ, ഓക്കെ, അങ്ങനത്തെ ഒരു സാധനം. ഒന്നും പ്ലാൻ ചെയ്യണ്ട. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് കാരണം പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. എനിക്ക് സമയം ഭയങ്കര വിലപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഉള്ള സമയം ഹാപ്പി ആയിട്ട് ഇരിക്കുക, എൻജോയ് ചെയ്യുക, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ നമ്മുടെ ടോക്കിൽ ഇരുന്നത് മൊത്തം നവമി സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമാണ്. അപ്പോൾ സിനിമ ഇപ്പോൾ ഉടനെ ഹിറ്റ് ദ തിയേറ്റേഴ്സ് അല്ലേ? അപ്പോൾ എന്താണ് ഫൈനലി പ്രേക്ഷകരോട് പറയാനുള്ളത്? അവരെ എന്ത് തരം എക്സ്പെക്ടേഷൻ ആയിട്ട് തിയേറ്ററിലേക്ക് വരണം? അവരെ എന്ത് തരം കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്? ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ പടം എടുത്തിരിക്കുന്നത്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന എലമെൻറ്റ്സ് ഉണ്ട്. നല്ല പെർഫോമൻസസ് ഉണ്ട്. ടെക്നിക്കൽ വൈസ് വളരെ നല്ല സൗണ്ടാണ്. സിനിമ അടിപൊളിയായിരിക്കും. വിഷ്വൽ ആണെങ്കിലും ശരി, സൗണ്ട് ആണെങ്കിലും ശരി, മ്യൂസിക് ആണെങ്കിലും ഒക്കെ ഒരു ട്രീറ്റ് ആയിരിക്കും. അത് ആൾക്കാർക്ക് അത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ പടം തീർച്ചയായിട്ടും. അപ്പോൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഓക്കെ, സോ വാട്ട് യു ഗൈസ് എനിത്തിങ് ടു ആഡ്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഭയങ്കര എന്താ പറയുക, അതിങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊന്നും പ്ലാൻ ചെയ്യാണ്ട് വന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.
പിന്നെ നല്ല ക്വാളിറ്റിയിൽ ഡെലിവറി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹോൾ ടീം നന്നായിട്ട് നല്ല ടെക്നീഷ്യൻസ് ആണ്. ക്യാമറാൻ സുഹിത്തേട്ടൻ, മ്യൂസിക് ഡയറക്ടർ നമ്മുടെ ഹർഷവർദ്ധൻ, എഡിറ്റർ കിരൺ ദാസ്, നല്ല പാക്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് എല്ലാവരും. നന്നായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്കും തോന്നുന്നത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാവരും ഹോൾ ക്രൂ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ കാണാണ്ട് ഇനി OTT വന്നിട്ട് കാണാം എന്ന് വിചാരിക്കുന്ന പ്രേക്ഷകരോടെങ്കിലും പറയാനുള്ളത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാലേ ആ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെറിയ സ്ക്രീനിൽ കണ്ട് അതിന്റെ സൗണ്ട് ഒന്നും കിട്ടത്തില്ല. അത് ഈവൻ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്, സൗണ്ട് പാർട്ടിക്കിൾ എന്ന് പറയും. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഡ്യൂൺ, ഓപ്പൻഹൈമർ, വെപ്പൺസ്, അതിനൊക്കെ ശേഷം അങ്ങനെ ഒഫീഷ്യൽ പേജ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് ഈ പടത്തിലാണ് ഉപയോഗിക്കുന്നത് ആ ഒരു സോഫ്റ്റ്വെയർ. അപ്പൊ അങ്ങനെ ഒരു അടിപൊളിയായിരിക്കും. എല്ലാ രീതിയിലും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും തിയേറ്ററിൽ, ആ ഒരു ഉറപ്പ് തരുന്നുണ്ട്. Can we expect a cameo? കാമിയോ സർപ്രൈസ് ഒന്നും അങ്ങനെ ഇല്ല. ഇവിടെ ഒരു ചിരി. ഞാൻ എന്താ പ്രശ്നം, ഞാൻ ചോദിച്ചറിയോ, ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ 3 പേരുടെ എക്സ്പ്രഷൻ ഞാൻ മാറ്റിയായിരുന്നു. ടൈപ്പ് എക്സ്പ്രഷൻ തരുന്നു. അതെന്താ അങ്ങനെ തോന്നിയോ? അല്ല, എക്സ്പ്രഷൻ എന്താ ബ്രോയ്ക്ക് എന്താ തോന്നുന്നു? എനിക്ക് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ത്രില്ലർ സിനിമ പറയുമ്പോൾ നമ്മള് അത് അതിലെ വില്ലനെ അറിഞ്ഞാലോ നമുക്ക് അറിയണല്ലേ, നമ്മളുടെ ഇതിലെ ബുദ്ധിജീവി പണം. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്ത് തോന്നി ഇതിനകത്ത് ക്യാമിയോ ഉണ്ടാവും? ഇൻ കേസ് വല്ലതും കയറി കൊളുത്തിയാലോ? ഞാൻ ഇത് തന്നെ കട്ട് ചെയ്ത് എന്റെ പേജിലിടൂലേ. അപ്പൊ അങ്ങനെ ഒന്നുമില്ല, ഒന്നും പറയത്തില്ല, ഒന്നും പറയില്ല. So we can expect it at least. അപ്പൊ എന്തായാലും പടം തൂക്കട്ടെ, അടിപൊളിയാവട്ടെ. All the very best. അടിപൊളിയാവട്ടെ. Thank you so much. Thank you.